ഹലോ ഗൈസ്, ഉപ്പുമുളകും പുത്തൻ വിശേഷങ്ങളൊക്കെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡിൽ അവകാശ തർക്കം അതായിരുന്നു മെയിൻ വിഷയം കേട്ടോ. നമ്മുടെ കേശു ആ വീടിനുള്ളിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മുടെ ലച്ചു എന്ന് പറയുന്നുണ്ട്, ദേ ടൈല് പൊട്ടിപ്പോകണം, നീ അത് ശരിയാക്കുമോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. ലച്ചു ആണെങ്കിൽ ഭയങ്കര സൗണ്ടിൽ വാതിലടക്കുമ്പോൾ നമ്മുടെ കേശു വാതിൽ ചീത്തായി പോകുമെന്ന് പറഞ്ഞ് നമ്മുടെ കേശു പറയുന്നു. അടുക്കളയിൽ നമ്മുടെ ഭവാനിയമ്മ ഒന്ന് പച്ചക്കറിയൊക്കെ ആ ഒരു മേശയിൽ വെച്ച് മുറിക്കുമ്പോൾ, മേശയിൽ വെച്ച് മുറിക്കരുത്, മേശ ഇതാകും ചീത്തയാകും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശിവാനിയും കേശുവും വന്ന് ഒച്ചപ്പാടെടുക്കുന്നു. അങ്ങനെ മൊത്തത്തില് ഒരവകാശ തർക്കം തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിച്ചത്. ലാസ്റ്റ് കളി കാര്യമായി നമ്മുടെ ലച്ചുവും കേശുവും തമ്മിൽ മുട്ടൻ വാക്ക് തർക്കമായിട്ട്, നിങ്ങളെടുത്തോ, നിങ്ങൾക്ക് ഈ വീട് പേരിൽ എഴുതി കൊടുക്കാനല്ലേ നിങ്ങൾക്ക് ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞു കൂട്ടി നമ്മുടെ കേശു ലച്ചുവിനെ പറയുന്നുണ്ട്. ലച്ചു ചേച്ചിക്ക് ഈ വീട് നൈസായിട്ട് എഴുതി കൊണ്ടുപോകാനല്ല. അപ്പൊ ലച്ചു പറയുന്നുണ്ട്, നിനക്ക് ഈ വീട് അടിച്ചു മാറ്റാനല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് പോരാ. ലാസ്റ്റ് നമ്മുടെ ലച്ചു, ഞാൻ ഈ വീട്ടിലെന്ന് ഇറങ്ങി പോകും അങ്ങോട്ടെങ്കിലും, ഞാനിനി ഇങ്ങോട്ടില്ല. ഇവന്റെ മനസ്സിൽ ഇമാതിരി ചിന്തകളാണെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഈ വീട് എന്റെയും കൂടിയാണെന്ന് ഓർത്തില്ല ഞാൻ ഓരോന്നും പറയുന്നത്, അല്ലാണ്ട് ഞാനിത് സ്വന്തമാക്കാൻ ശ്രമിച്ചതാണോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സങ്കടപ്പെട്ട് നമ്മുടെ ലച്ചു ഇറങ്ങി പോകാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ സിദ്ധു എങ്ങാനും വന്ന് ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കേണ്ടി വരുമോ എന്ന് തോന്നിപ്പോകുന്ന ഒരു നിമിഷങ്ങളാട്ടോ. അങ്ങനെയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയാണ്. നമ്മുടെ സിദ്ധു എന്തേ ഉപ്പുമുളകിലേക്ക് തിരികെ വരാത്തെ? സിദ്ധുവിനെ കുറെ പ്രേക്ഷകർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടല്ലേ. സിദ്ധുവും കൂടെ നമ്മുടെ പാറമട വീട്ടിലുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ. നമ്മുടെ സിദ്ധു ലച്ചു ഇവർ തമ്മിലുള്ള അടിപിടിയും ആ ഒരു ഇവരുടെ ഇടയിൽ നമ്മുടെ കല്ലുമോളുടെ ആ ഒരു കുസൃതി തരങ്ങളും എല്ലാം കൂടി ആകുമ്പോൾ എന്തൊരു രസമായിരിക്കും അല്ലേ നമ്മുടെ പാറമട വീട്. പാറമട വീട്ടിലത്തെ പഴയ ബാലുവിന്റെയും നീലുവിന്റെയും പവർ നമ്മുടെ സിദ്ധുവും ലച്ചുവും കൂടി ഏറ്റെടുത്ത് അങ്ങാട് പാറമട വീട് അങ്ങോട്ട് നയിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ എന്ത് പൊളിയായിരിക്കും അല്ലേ. പക്ഷെ ലാസ്റ്റ് നമ്മുടെ ലച്ചു ഇറങ്ങി പോകാൻ നേരത്തെ ഉണ്ടല്ലോ, നമ്മുടെ കേശു വന്നിട്ട് പറയും, ലച്ചു ചേച്ചി ഇറങ്ങി പോവുകയാണെങ്കിൽ ഞാനും അങ്ങോട്ടേക്ക് ഇങ്ങോട്ടും ഇറങ്ങി പോകും, പിന്നെ ഞാൻ ഒരിക്കലും തിരികെ വരില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ നമ്മുടെ ലച്ചുവിനും നൈസായിട്ട് ചിരി വരുന്നുണ്ട്. ലാസ്റ്റ് ആ പ്രശ്നങ്ങളൊക്കെ ഒതുക്കി തീർക്കുന്നുണ്ട്. എന്തായാലും പാറമട വീട്ടിൽ ഒരു ദിവസത്തേക്കുള്ള ഒരു പ്രശ്നമൊന്നും വളർന്നു പോകാറില്ലല്ലോ അല്ലേ കൂട്ടുകാരെ. എന്തായാലും നമ്മുടെ സിദ്ധുവും കൂടി ഒന്ന് പെട്ടെന്ന് വരട്ടെ, അതാണ് നമുക്ക് പ്രേക്ഷകർക്ക് ആവശ്യമല്ലേ. കാത്തിരുന്ന് തന്നെ കാണട്ടെ. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.